ബി.ജെ.പി. പ്രവർത്തകനായ എളമ്പിലായി സൂരജ് വധക്കേസിൽ 9 CPM പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. പിന്നാലെ ഇപ്പോൾ പ്രതികളിൽ ഒരാളായ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയായ PM മനോജിന്റെ സഹോദരൻ നാരായണന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് മലയാളക്കരയെ ഒന്നടങ്കം ഞെട്ടിപ്പിക്കുന്നത്. വിധി പറഞ്ഞിട്ടും നാരായണൻ ധാർഷ്ട്യത്തോടെ തന്നെ ഫേസ്ബുക്ക് പേജിൽ നടത്തിയ അപ്ഡേഷൻ സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്നതാണ്. കൊലപാതകം നടത്തിയ ആളെന്ന് കോടതി വിശേഷിപ്പിച്ചതിന് ശേഷവും നാരായണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വളരെ ഞെട്ടലും അറപ്പും ഉളവാക്കുന്നതാണ് എന്നതാണ് നിഷ്കരണം തന്നെ പറയാൻ സാധിക്കുന്നതും. രക്തസാക്ഷികൾ സിന്ദാബാദ് എന്നാണ് ഇയാൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇയാൾ വീണ്ടും ഭീഷണിയുടെ സ്വരത്തിൽ കൊലവിളി തന്നെയാണ് നടത്തിയിരിക്കുന്നത്. പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തി മിനിറ്റുകൾക്ക് അപ്പുറമാണ് ഇയാൾ ഈ ഒരു അപ്ഡേറ്റ് നടത്തിയിരിക്കുന്നത്. ബി.ജെ.പി. പ്രവർത്തകൻ മുഴുപ്പിലങ്ങാട്ടെ എളമ്പിലായി സൂരജിനെ രാഷ്ട്രീയ വിരോധത്തിൽ കൊലപ്പെടുത്തിയ കേസിൽ 9 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. ഇതിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരനാണ് കേസിലെ പ്രതിയായ നാരായൺ. സൂരജിനെ കൊന്ന കേസിൽ ശിക്ഷാവിധി വരുന്നത് 19 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷമാണ്. 2005 ഓഗസ്റ്റ് 7 രാവിലെയായിരുന്നു മുഴുപ്പിലങ്ങാട്ടെ ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുൻപിലിട്ട് ഇദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുന്നതും. ഓട്ടോയിലെത്തിയ പ്രതികൾ ബോംബെറിഞ്ഞ ശേഷം വെട്ടിക്കൊന്നു എന്നതാണ് കേസ്. ഇതിന് 6 മാസം മുൻപും സൂരജിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. അന്ന് കാലിനായിരുന്നു വെട്ടേറ്റതും. തുടർന്ന് 6 മാസം കിടപ്പിലായിരുന്നു. പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ കൊല നടപ്പിലാക്കുകയായിരുന്നു. 32-കാരനായിരുന്നു സൂരജ്. CPM വിട്ട് BJP-യിൽ ചേർന്നതിന്റെ പകയായിരുന്നു അരുംകൊലയ്ക്ക് കാരണം. തുടക്കത്തിൽ 10 പേർക്കെതിരെയായിരുന്നു കേസെടുത്തതും. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയായ TK രജീഷിന്റെ കുറ്റസമ്മത മൊഴി പ്രകാരം 2 പേരെ കൂടി പ്രതി ചേർക്കുകയായിരുന്നു. അതിലൊരാളാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരനായ മനോരാജ് നാരായണൻ. കേസിലെ 5ാം പ്രതിയാണ് ഇയാൾ. 1ാം പ്രതി PK ഷംഷുദ്ദീനും 12ാം പ്രതി TP രവീന്ദ്രനും സംഭവശേഷം മരിച്ചിരുന്നു. നിലവിൽ 10 പ്രതികളാണ് ബാക്കിയുള്ളതും. ഇതിൽ 1ാം പ്രതിയാണ് TK രജീഷ്, NV യാകേഷ്, അതുപോലെ തന്നെ K ഷംജിത്ത്, നെയ്യോത്ത് സജീവൻ, പണിക്കന്റെ വിട വീട്ടിൽ പ്രഭാകരൻ, പുതുശ്ശേരി വീട്ടിൽ KV പത്മനാഭൻ, രാധാകൃഷ്ണൻ, നാഗത്താൻകോട്ട പ്രകാശൻ, പുതിയ പുരയിൽ പ്രദീപൻ എന്നിവരാണ് മറ്റുള്ളവർ. കൊലപാതകം, ഗൂഢാലോചന തുടങ്ങിയവയാണ് കുറ്റങ്ങൾ. അതേസമയം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് സൂരജിന്റെ അമ്മ സദ്ദി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് P. പ്രേമരാജൻ, പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് CK ശ്രീധരൻ, അഡ്വക്കേറ്റ് ഷാനവാസ് എന്നിവർ ഹാജരായി. 1ാം പ്രതി മുഴുപ്പിലങ്ങാട് ലക്ഷം വീട് കോളനി പള്ളിക്കൽ ഹൗസിൽ PK ഷംഷുദ്ദീൻ, 12ാം പ്രതി TP രവീന്ദ്രൻ എന്നിവർ സംഭവശേഷം മരിച്ചിരുന്നു. 2005 ഓഗസ്റ്റ് 7 രാവിലെ 8:40 ഓട്ടോയിലെത്തിയ സംഘം മുഴുപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ചാണ് സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നതും. സംഭവത്തിന് 6 മാസം മുൻപ് സൂരജിനെ വധിക്കാൻ ശ്രമിച്ചിരുന്നു. ഇരുകാലിനും വെട്ടേറ്റ് 6 മാസം കിടപ്പിലായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.